സാറ് പറഞ്ഞത് ജിമ്മിൽ ഈ കാഫ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യണമെങ്കിൽ കുറേ വെയിൻസിൻ്റെ പ്രോബ്ലംസ് കുറയ്ക്കാന്നുള്ളത് നേരെ മറിച്ച് ആവാൻ സാധ്യതയുണ്ട്. ജിമ്മിൽ തെറ്റിയായിട്ടുള്ള എക്സസൈസ് ചെയ്താലോ അല്ലെങ്കിൽ മേ ബി ലെഗ്സ് കുറേ അധികം കളിച്ചാലോ അതുകൊണ്ട് വെരിക്കോസ് വെയിൻസ് കൂടാൻ സാധ്യതയുണ്ടോ? ഉള്ള ആൾക്കാർക്ക് കൂടാൻ സാധ്യതയുണ്ടോ? ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെയൊക്കെ ബേസിസ് ജെനറ്റിക്സ് ആണ്. ടു സം എക്സ്റ്റെൻറ്റ് ഇപ്പോഴത്തെ ഇതുണ്ടല്ലോ, നമുക്ക് ഡയബറ്റീസ് വരാൻ നമ്മുടെ ബോഡിയിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഡയബറ്റീസ് വരും. അതെപ്പോൾ വരും എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ഫോർ എക്സാമ്പിൾ, എനിക്ക് മോശം നമ്മുടെ ലൈഫ് സ്റ്റൈലിലൂടെ പോയാൽ ഐ ക്യാൻ ഇൻവൈറ്റ് ഡയബറ്റീസ് early. If I have a good lifestyle, I can postpone my diabetes to later stage. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ വെരിക്കോസിന് വരുന്ന ഒരു ജനറ്റിക് ടെൻഡൻസി ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ കം. അത് മിക്കവർക്കും ഫീമെയിൽ പ്രഗ്നൻ്റ് ആകുമ്പോഴാണ് ഈ വെരിക്കോസിന് ആദ്യമായിട്ട് പുറത്ത് കാണുക. ബട്ട് ബിക്കോസ് ദേ ഹാവ് ടെൻഡൻസി ഫോർ വെരിക്കോസ്. നോട്ട് ഓൾ പ്രഗ്നൻറ്റ് പീപ്പിൾ ഡോണ്ട് ഡെവലപ്പ് വെരിക്കോസിൻസ്. അതുപോലെ തന്നെ സപ്പോസ് ഇത് വരാൻ ടെൻഡൻസി ഉള്ള ആൾക്ക് കുറേ നിന്നുള്ള ജോബ് ആകുമ്പോൾ അവർക്ക് വെരിക്കോസിന് വരാം. ഇത് നിൽക്കുന്നതുകൊണ്ടല്ല വെരിക്കോസിന് വരുന്നത്. എല്ലാം നിൽക്കുന്ന ആൾക്കാർക്കും വെരിക്കോസിന് വരുന്നില്ലല്ലോ. ഇതൊരു ജനറ്റിക് ടെൻഡൻസി വിച്ച് കോസസ് ഓൾ ദീസ് പ്രോബ്ലംസ്. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ജിമ്മിൽ പോകുന്ന ഏത് വെയിനും നിൽക്കുമ്പോൾ തടിക്കും. അപ്പോൾ ജിമ്മിൽ പോയി സ്ട്രെയിൻ ചെയ്യുമ്പോൾ നല്ലോണം പൊന്തി വരും. അപ്പോൾ അതുകൊണ്ട് ഒരു വെരിക്കോസ് വെയിൻ്റെ ടെൻഡൻസി കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ചിലപ്പോൾ പോയെന്നുകൊണ്ട് കൂടാം. ബട്ട് ജനറലി ഇറ്റ്സ് നോട്ട് ബിക്കോസ് ജിമ്മിൽ പോയതുകൊണ്ട് വെരിക്കോസിന് വരുന്നൊരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.